ശബരിമല തന്ത്രിയെ മാറ്റാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് പന്തളം കൊട്ടാരം കുടുംബാംഗം രാജരാജവർമ്മ. യോഗ്യത ഉള്ളവരെ തന്ത്രിയായി നിയമിക്കാനുള്ള അധികാരവും ബോർഡിനുണ്ടെന്നും രാജരാജവർമ്മ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം സൂചിപ്പിച്ച് രാജരാജവർമ്മ ദേവസ്വം മന്ത്രി കെ മുരളീധരന് കത്തയച്ചു. ശബരിമല ക്ഷേത്രത്തിൽ ദേവന്റെ പിതൃസ്ഥാനം തന്ത്രിക്കല്ല, ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം പന്തളം കൊട്ടാരത്തിനാണ്. ട്രസ്റ്റി സ്ഥാനം സർക്കാരിൽ നിലനിൽക്കും. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിന് വിട്ട് നൽകിയിട്ടില്ല. ക്ഷേത്രം ഒരു കാലത്തും സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് സെറ്റിൽമെന്റ് രജിസ്റ്റർ വ്യക്തമാക്കുന്നുവെന്നും രാജരാജവർമ്മ കത്തിൽ വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരുടെ മൊഴിയെടുത്തു. അന്വേഷണവുമായി സഹകരിക്കാൻ ഇന്ന് ചേർന്ന PSC ബോർഡ് യോഗത്തിൽ തീരുമാനമായി. ഡി ബിനോയ് ചേരുന്ന വിവരങ്ങളുമായി. ബിനോയ്, ഏതായാലും ഈ ഒരു ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് സംഘം എന്തായാലും PSC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ IG അജിത ബീഗം ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ PSC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ PSC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. PSC ആസ്ഥാനത്ത് ഇപ്പോൾ പരിശോധന തുടങ്ങിക്കഴിഞ്ഞത്. രേഖകൾ ഓരോന്നായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ തീരുമാനം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ചേർന്ന PSC ബോർഡ് യോഗത്തിൽ വെച്ച് തന്നെ അന്വേഷണ സംഘവുമായി സഹകരിച്ചു പോകാൻ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം അവർക്ക് കൈമാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തിൽ പരാതി നൽകിയ ആളിൻ്റെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആദ്യഘട്ടത്തിൽ നടക്കും. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം ഏകദേശം 15-ലധികം പരാതികൾ ഇതുവരെ ലഭിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇനി ഈ അന്വേഷണ സംഘം വിപുലപ്പെടുന്ന കാര്യത്തിലേക്കാണ് ഇനി നീങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അത് മാത്രം പോരാ, കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഉടൻ തന്നെ നീങ്ങും. ഓരോ ദിവസവും നടക്കുന്ന അന്വേഷണ പുരോഗതി DGPക്ക് കൈമാറും. ഒപ്പം ആഭ്യന്തരമന്ത്രിക്കും വിവരങ്ങൾ നൽകും. അങ്ങനെ കൃത്യമായി ഒരു ഈ മാസം 25-ന് തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകി വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ PSC ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം എത്തി പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നത്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാട് അനുമോദന ചടങ്ങിനിടെ വിദ്യാർത്ഥിയുടെ ചെവിയിൽ നുള്ളിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറാണ് നടപടി സ്വീകരിച്ചത്. നേരത്തെ ജലീലിനെതിരെ കേസെടുക്കണമെന്ന് MSF ആവശ്യപ്പെട്ടിരുന്നു. അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് ജലീൽ അക്ഷരമറിയില്ലേ എന്ന് ചോദിക്കുന്നതും മേൽവിലാസം തെറ്റിച്ചെഴുതി എന്ന പേരിൽ സ്റ്റേജിൽ വിളിച്ചു വരുത്തി കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്നതുമായ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമത്തിലൂടെ പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സഫീനാന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ്സ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുത്. അഡ്രസ്സ് എഴുതാൻ അറിയില്ല എടോ. അഡ്രസ്സ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലടാ, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. കാട്ടാക്കട ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുന്നിലുണ്ടായ അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച 2 പേർക്കാണ് പരിക്കേറ്റത്. റോഡ് അപകടത്തിൽ പരിക്കേറ്റ രോഗിയുമായി പോകുകയായിരുന്ന സ്വകാര്യ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ബാങ്കിന് മുന്നിൽ പണം കയറ്റി വന്ന വാഹനം റോഡിൽ ഒതുക്കി നിർത്തിയിരുന്നു. ഇതിനെ മറികടക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിലുണ്ടായിരുന്ന പേരൂർക്കട സ്വദേശികളായ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കും ആംബുലൻസിലുണ്ടായിരുന്ന രോഗിക്കും നിസ്സാര പരിക്കാണേറ്റത്. ബാങ്കിന് മുന്നിൽ സ്ഥിരമായി വാഹനങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിടുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടുങ്ങിയ റോഡിൽ വാഹനങ്ങൾ നിർത്തുന്നത് മൂലം ആംബുലൻസുകൾക്കും മറ്റ് വലിയ വാഹനങ്ങൾക്കും കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയ സൈവറിഡെങ്കോ രാജിവെച്ചു. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിന്റെ ഭാഗമായാണ് അഴിച്ചുപണിയെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. മുൻ പ്രധാനമന്ത്രിക്ക് സുപ്രധാനമായ മറ്റൊരു ചുമതല വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സെലൻസ്കി അറിയിച്ചു. യുക്രൈന്റെ സാമ്പത്തിക കാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്ന 39-കാരിയായ സൈവറിഡെങ്കോ 2025 ജൂലൈയിലാണ് പ്രധാനമന്ത്രിയായി നിയമിതയായത്. അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള സുപ്രധാന ധാതു കരാർ യാഥാർത്ഥ്യമാകുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു.